നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചിന് എന്താ പറ്റിയേ? എന്തിനാ ഏട്ടത്തെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് കരയിപ്പിച്ച്? അതിന് മാത്രം എന്ത് തെറ്റ ഏട്ടത്തെ ഏട്ടനോട് ചെയ്തേ? അത് നീ അറിയേണ്ട കാര്യമില്ല. എനിക്കറിയണം. ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ലാത്ത എന്ത് കാരണം കൊണ്ടാണ് സച്ചേട്ടൻ കിടന്ന് അലറി അട്ടഹസിച്ചെന്ന്. സ്നേഹ പ്ലീസ്, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. ഇത് എനിക്കും അർച്ചനയ്ക്കും ഇടയിലുള്ള പ്രശ്നമാണ്. അതായത് ഞങ്ങളുടെ സ്വകാര്യ വിഷയം. ഓഹോ, നിങ്ങളുടെ സ്വകാര്യ വിഷയമാണെങ്കിലേ അത് മറ്റാരും അറിയാതെ സ്വകാര്യമായിട്ട് തീർക്കണമായിരുന്നു. അതല്ലാതെ നാടൊട്ടുക്ക് കേൾക്കുന്ന വിധം ഭാര്യ ചീത്ത വിളിക്കല്ല വേണ്ടത്. അത് ഞാൻ തീരുമാനിച്ചോളാം എങ്ങനെ തീർക്കണമെന്ന്. നീ എന്നെ പഠിപ്പിക്കണ്ട. സച്ചേട്ടൻ ഒന്നും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ സച്ചേട്ടൻ വിചാരിക്കുന്നത് സച്ചേട്ടൻ എല്ലാം തികഞ്ഞൊരാളാണെന്നാ. അതുകൊണ്ടാ ഇങ്ങനെ ഈഗോ കാണിക്കുന്നത്. അതെ, ഞാൻ എല്ലാം തികഞ്ഞവനാ. ഈഗോ കൊണ്ട് തലക്കനം കൂടിയവനാ. അതിനിപ്പോ എന്താ? ഞാൻ എല്ലാരെയും ഭയന്ന് നടക്കണോ? അതോ നിന്നെ കാണുമ്പോ തൊഴണോ? എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരികയും വേണ്ട. അതെനിക്കിഷ്ടമല്ല. മര്യാദക്ക് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ സച്ചേട്ടൻ എന്ത് ചെയ്യും? എന്നെ പിടിച്ച് പുറത്തു തള്ളുവോ? അതോ ഏട്ടത്തെ വിളിച്ച പോലെ എന്നെയും ചീത്ത വിളിക്കോ? പറ. എന്താണ് സംഭവിച്ചതെന്ന് ഏട്ടത്തിയോട് ചോദിച്ചപ്പോ ആ പാവം ഏട്ടനെതിരായിട്ട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഏതോ മഹാപരാധം ചെയ്ത പോലെ സ്വയം അങ്ങ് ഏൽക്കുക. മഹാപരാധം ചെയ്താ സ്വയം ഏൽക്കുകയല്ലാതെ മറ്റാരെങ്കിലും ഏൽക്കുവോ? നീ ഇത്രയും നേരം എനിക്കെതിരെ ആക്രോശിച്ചല്ലോ. ഏതായാലും ഒരു കാരണവുമില്ലാതെ ഞാൻ ഒരാളെ വഴക്ക് പറയില്ലെന്ന് ആലോചിക്കാനുള്ള ബോധം നിനക്കുമില്ലാതെ പോയല്ലോ. എല്ലാവർക്കും ഏട്ടത്തി അനുജത്തി എന്തെല്ലാം പരിഗണനകള്. എന്നെ ഏട്ടൻ പറ, എന്താ ഏട്ടത്തി ചെയ്ത മഹാപരാധം? എന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ. വല്ലാത്ത നഷ്ടമായി പോയി. അത്രയും മനോഹരമായൊരു സീൻ കാണാൻ കഴിയാതെ പോയല്ലോ എനിക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണമായിരുന്നു. സത്യം, അവൻ അവളെ വഴക്ക് പറഞ്ഞ ശേഷം അർച്ചനെ കണ്ടപ്പോ എനിക്ക് തന്നെ അയ്യോ പാവം തോന്നി. അത്രയ്ക്ക് ദയനീയമായിരുന്നു അവളുടെ അവസ്ഥ. സച്ചേട്ടൻ അവളെ അത്രയും ചീത്ത വിളിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? അതിനെക്കുറിച്ച് ചേച്ചി അവളോടൊന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കാതിരിക്കില്ലല്ലോ. പല പ്രാവശ്യം ചോദിച്ചു. പക്ഷേ അവള് ബുദ്ധിമതിയാ. ഇതിനു മുമ്പും അവര് തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടായിട്ടും അവള് മിണ്ടിയിട്ടില്ല. ചേച്ചി നിർബന്ധിച്ച് ചോദിക്കണമായിരുന്നു. ചേച്ചിയല്ലേ അവളുടെ സംരക്ഷകൻ. ഞാൻ അവളെ അധികം നിർബന്ധിച്ചില്ല. കരച്ചിലിനിടയിൽ ഞാനും കൂടെ കരയിക്കണ്ടെന്ന് തോന്നി. എല്ലാം ഒന്ന് ഒതുങ്ങട്ടെ. എല്ലാം ചോദിച്ചറിയണം എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന ആ ചൂട് തീരും ചേച്ചി. ആറിയ കഞ്ഞി പഴങ്കഞ്ഞിന്ന് പറയാറില്ലേ, അതുപോലെ ആവും. ഇപ്പോഴാവുമ്പോ അവള് സച്ചേട്ടൻ വഴക്ക് പറഞ്ഞ വിഷമത്തിലും കരച്ചിലിന്റെ വേദനയിലും അങ്ങനെ ആടി നിൽക്കുമല്ലേ. ചേച്ചി തന്ത്രത്തിന് മോളെ മുത്തേ പൊന്നെന്നൊക്കെ വിളിച്ച് സോപ്പിട്ടോ അവൾ പറഞ്ഞു പോവും. ഒന്ന് ശ്രമിച്ചു നോക്കാം. ചിലപ്പോ നീ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞാലോ. അവളിപ്പോ അടുക്കളയിലുണ്ട്, ചിന്താവിഷ്ടയായ സീതയായി. ചേച്ചി ഒന്ന് ചെകിഞ്ഞു നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.